സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിവിടെ റോഷൻ. അതിനോ കുറച്ചധികം നാളെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് എന്നുള്ളത് കാര്യം എനിക്കൊരു അവസാനമായിട്ട് ചെയ്ത വീഡിയോ ഏതോ സൂപ്പർമാൻ റിവ്യൂ ആണെന്ന് തോന്നുന്നു. ആൻഡ് അതിനുശേഷം മാർവലിൻ്റെ DC എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അപ്ഡേറ്റ്സും പരിപാടികളൊക്കെ കണ്ണിൻ്റെ മുമ്പിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ പോലും വീഡിയോ ചെയ്യാനുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല. ഡൂംസ്ഡേയുടെ ഭാഗമായിട്ട് മാർവൽ ഓരോ ആഴ്ച ഓരോ ടീസർ എന്ന് പറഞ്ഞിട്ട് നല്ല പിടക്കണ ഐറ്റംസ് വിട്ടത് കണ്ടപ്പോഴേ ഒരു വീഡിയോ അതിനെപ്പറ്റിയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ഇങ്ങനെ വായ തിരിച്ചു വന്നതാണ്. ബട്ട് ഞാൻ പറഞ്ഞല്ലോ കുറച്ചധികം ബിസി ആയിപ്പോയി. സോ അറ്റ് ലാസ്റ്റ് ഞാൻ വിചാരിച്ച് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെ ഒരു ടീസർ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരാനായിട്ട് ഇരിക്കുന്നുണ്ട്. സോ അത് വരുമ്പോൾ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് അങ്ങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു ഐറ്റം എൻ്റെ കണ്ണിൽ പെട്ടത്. കാര്യം മനസ്സിലായി കാണുമല്ലോ, യാതൊരു പ്രതീക്ഷയില്ലാതെ ഈവൻ ഹാർഡ് കോർ മാർവൽ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും ഈ ഒരു സീരീസ് ഇനിയിപ്പോൾ ഈ സമയത്ത് വന്നിട്ട് എന്തോന്ന് ചെയ്യാനാണെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഔട്ട് ഓഫ് സിലബസിൽ കയറി വന്ന് ഗോൾ അടിച്ച ആ ഒരൊറ്റ സീരീസിനെ പറ്റി തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട്. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഈ ഒരു സീരീസ് ഇറങ്ങുന്ന കാര്യം ഒട്ടുമിക്ക പേരും അറിഞ്ഞിട്ടില്ലെന്നുള്ളത് തന്നെയാണ് സത്യം. ആൻഡ് ഇപ്പോൾ അറിഞ്ഞാൽ പോലും ഐ ഡോണ്ട് കെയർ എന്നുള്ളൊരു വൈബിലാണ് ഈ ഒരു സീരീസിൻ്റെ വരവിനെ എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത്. ആൻഡ് ഈവൻ ഞാൻ പോലും അത്രയും എക്സൈറ്റഡ് ആയിരുന്നില്ല. സമയം ഉണ്ടെങ്കിൽ കാണാമെന്നുള്ളൊരു മൈൻഡിലായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഈ സീരീസ് ഇറങ്ങി കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു 1.5 ആഴ്ചയ്ക്ക് മേലെയായി. സോ ഈ ഒരു സീരീസിൻ്റെ റിവ്യൂ പരിപാടികളൊക്കെ നിങ്ങൾ ഏറെക്കുറെ കണ്ട് കാണും. സോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ സീരീസിൻ്റെ കൂടെ ചേർത്ത് കേട്ട് കാണാൻ സാധ്യതയുള്ള മറ്റൊരു പേരായിരിക്കും മെയ്യഴകൻ. ഒറ്റ വാക്കിൽ എനിക്കും ഈ സീരീസിനെ പറ്റി അത് തന്നെയാണ് പറയാനുള്ളത്. മാർവലിൻ്റെ ഒരു മെയ്യഴകൻ. ആദ്യത്തെ 1-2 എപ്പിസോഡ് കണ്ടങ്ങ് നിർത്തിയേക്കാമെന്നുള്ളൊരു വൈബിൽ തുടങ്ങിയ എനിക്ക് ഒരു ഹാർട്ട് ഫിൽമിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു സീരീസ് ഉടനീളം സമ്മാനിച്ചു. എന്താ പറയുക, കുറേ സ്ഥലത്തൊക്കെ കണ്ണ് നിറച്ചു, ചില സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ചിരി വന്നു. എൻ്റെ അവസാനം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ക്ലൈമാക്സ് കാണിച്ചു. ഒരു മലയാളത്തിലൊരു സത്യനന്ദിക്കാട് പടം കാണുന്ന രീതിയിൽ നമുക്ക് കണ്ടെടുക്കാൻ പറ്റുന്ന ഒരു സീരീസ്. എല്ലാത്തിലും ഉപരി ന്യൂയോർക്ക് സിറ്റിനെ ഒന്നും മര്യാദയ്ക്ക് കണ്ടു. ഏലിയൻ അറ്റാക്സും പരിപാടികളൊക്കെ കൊണ്ട് ന്യൂയോർക്ക് സിറ്റിക്ക് നേരെ നിൽക്കാൻ സമയമില്ല. എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ഇടിഞ്ഞ് വീണുകൊണ്ടിരിക്കണേ. അതൊന്നും ഇല്ലാതെ നല്ല റിലാക്സ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കൂൾ മൂഡ് സീരീസ്. ഓക്കെ, ഞാൻ ഇത്രയും ഈ സീരീസിനെ പറ്റി പോസിറ്റീവായിട്ട് പൊക്കിയടിക്കാനുള്ളതിൻ്റെ വൺ ആൻഡ് ഓൺലി, സോറി വൺ അല്ല 2 പേരുണ്ട് റീസൺസ് എന്ന് പറയുന്നത്. സൈമൺ വില്യംസ് ആൻഡ് ട്രെവർ സ്ലാറ്ററി. ഈ 2 ക്യാരക്ടേഴ്സിന്റെ ഷോൾഡറിലാണ് സീരീസ് മൊത്തം ട്രാവൽ ആവുന്നത്. മോറോവർ എന്താ പറയുക, ഈ 2 ക്യാരക്ടേഴ്സിന്റെ ഒരു ക്യാരക്ടർ സ്റ്റഡി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ സീരീസിനെ കാണാനായിട്ട് പറ്റും. നമുക്ക് എല്ലാവർക്കും അറിയാം, മാർവൽ സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സൂപ്പർ ഹീറോയ്ക്ക് വേൾഡ് ആണ്. സോ അതിന്റെ ഒരു മെയിൻ എലമെന്റ് എന്ന് പറയുന്നത് തന്നെ ഈ സൂപ്പർ ഹീറോ പരിപാടികളാണ്. സോ അതിന്റെ തന്നെ ഈ ഒരു സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യോണറിന്റെ തന്നെ നമ്മൾ കാണാത്തൊരു പെർസ്പെക്റ്റീവിൽ കൂടെയാണ് ഈ ഒരു സീരീസ് പോകുന്നത്. സോ ദാറ്റ് മേക്സ് ദിസ് സീരീസ് സോ മച്ച് യൂണീക്ക് എന്ന് പറയാനായിട്ട് പറ്റും. നമുക്ക് ഈ സീരീസ് കാണുമ്പോൾ ഭയങ്കര ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. നമ്മൾ ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു പരിപാടി ആദ്യമായിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു കിക്കില്ലേ, ആ ഒരു കിക്കിനേക്കാൾ കുറച്ചുകൂടെ മുകളിൽ നിൽക്കുന്ന വേറൊരു കിക്കാണ് നമ്മൾ ഒരുപാട് വട്ടം കണ്ട് മനസ്സിൽ പതിഞ്ഞൊരു കാര്യം അതിനെ വേറൊരു പെർസ്പെക്റ്റീവിൽ കാണിക്കുമ്പോൾ ആ ഒരു പരിപാടിയാണ് ഇവിടെ പിടിച്ചിരിക്കുന്നത്. സൈമൺ വില്യംസ് എന്നുള്ള ആ ഒരു ക്യാരക്ടറിനെ തന്നെ എടുക്കാം. ആ ക്യാരക്ടറിന് കുറച്ച് സൂപ്പർ പവർ പരിപാടികളൊക്കെ ഉണ്ട്. എന്നാൽ ആ ഒരു സൂപ്പർ പവർ വെച്ച് പുള്ളി എങ്ങനെയാണ് ഏലിയൻസിൽ നിന്ന് നമ്മുടെ എർത്തിനെ രക്ഷിക്കുന്നത് എന്നുള്ള പരിപാടികളൊന്നുമല്ല ഇവിടെ വിഷയമാവുന്നത്. ഇവിടെ നമ്മൾ സൈമൺ വില്യംസിനെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്കുള്ള സൂപ്പർ പവേഴ്സ് ആരെയും അറിയിക്കാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ്. അതായത് പുള്ളിക്ക് ഒരു ആക്ടർ ആവണം, ഒരു സൂപ്പർ സ്റ്റാർ മോഡിലോട്ട് എത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിൽക്കുന്ന ആ ഒരു പുള്ളി നേരിടുന്ന സ്ട്രഗിൾസും പരിപാടികളൊക്കെയാണ് ഇവിടെ മെയിൻ. ഓക്കെ, സൂപ്പർ സ്റ്റാർ ആവണം എന്നുള്ളൊരു മൈൻഡ് ആണെങ്കിൽ പിന്നെ സൂപ്പർ പവേഴ്സ് ഉള്ളത് നല്ലൊരു കാര്യമല്ലെന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ചേക്കാം. അതിനുള്ള ഉത്തരം ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് ഈ സീരീസ് കാണുന്നതാണ്. നല്ല വ്യക്തമായിട്ട് എന്തുകൊണ്ടാണ് സൈമൺ വില്യംസ് ആ ഒരു സൂപ്പർ പവേഴ്സ് ഹൈഡ് ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചിരുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഈ ഒരു സൈമൺ വില്യംസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിന്റെ കൂടെ ട്രേവർ സ്ലാറ്ററി എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ക്യാരക്ടറും കൂടി ചേരുന്നതോടെ ഉണ്ടാവുന്ന ആ ഒരു എന്താ പറയുക, ഇവരുടെ ഒരു ബ്രോമൻസ് ആണ് സീരീസ് മൊത്തം അങ്ങ് ഒഴുകി നിൽക്കുന്നത്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചുമ്മാ 2 സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുന്ന മോഡിൽ മാത്രമാണ് ഈ സീരീസ് പോകുന്നതെന്ന്. എന്നാൽ അത് അത്ര ചുമ്മാ അല്ല. ഇവരുടെ ആ ഒരു റിലേഷനിൽ തന്നെ ഭയങ്കരമായ കോംപ്ലിക്കേറ്റഡ് പരിപാടികളൊക്കെ ഉണ്ട്. ഈ ഒരു ട്രേവർ സ്ലാറ്ററി എന്തിനാണ് സൈമൺ വില്യംസിനെ അപ്രോച്ച് ചെയ്യുന്നതെന്നുള്ള റീസൺ തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എൻ്റെ പൊന്നെ, ഇതിലൊരു സീനുണ്ട്. അതായത് സൈമൺ വില്യംസ് എന്നുള്ള ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് ഫ്രണ്ട്സും പരിപാടികളൊന്നും ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. അങ്ങനെ അവസാനം പുള്ളിക്ക് തൻ്റെ കാര്യങ്ങൾ വിഷമങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ഒരു ഫ്രണ്ടിനെ കിട്ടിയെന്നുള്ളൊരു മൈൻഡിൽ പുള്ളി നിൽക്കുമ്പോൾ അറ്റ്ലാസ്റ്റ് അവനും തന്നെ ചതിക്കുകയാണെന്ന് മനസ്സിലാവുന്ന ആ ഒരു മൊമെന്റിൽ ഫുൾ ഉടഞ്ഞിട്ട് കണ്ണൊക്കെ കലങ്ങി വാട്ട് എ ഹെൽ ഓഫ് എ പെർഫോമൻസ് മാൻ എന്ന് പുള്ളി പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ലിറ്ററലി എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞുപോയി. അത്രയധികം ഇമോഷണലി അറ്റാച്ച്ഡ് ആവാൻ പറ്റുന്ന രീതിയിൽ ആക്ടിങ്ങും കിടുവാണ് രണ്ടുപേരും. മാർവലിന്റെ നല്ലൊരു സീരീസ് കാണുന്നു എന്ന സന്തോഷത്തിനെ ഡബിൾ മടങ്ങാക്കുന്ന മറ്റൊരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീരീസിന്റെ ആദ്യത്തെ 2 എപ്പിസോഡുകളും പിന്നെ ഈ ഒരു സീരീസിന്റെ മൊത്തത്തിൽ പ്രൊഡ്യൂസറായിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നമ്മുടെ ഡെസ്റ്റിൻ ഡാനിയൽ ക്രെട്ടൻ ആണ്. ആളെ വേണ്ടത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. വേറെ ആരുമല്ല, നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഡയറക്ടർ. ഈ ഒരു സീരീസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം കണ്ണുടച്ച് എനിക്ക് പറയാൻ പറ്റും ബ്രാൻഡ് ന്യൂ ഡേ ഈസ് ഓൺ റൈറ്റ് ഹാൻഡ്സ്. കാരണം നമ്മൾ മാർവലിലെ സ്പൈഡർമാൻ എടുത്തു നോക്കി കഴിഞ്ഞാൽ സ്പൈഡർമാൻ ആണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത്. പീറ്റർ പാർക്കർ എന്നുള്ള ഒരു ക്യാരക്ടറിന് അത്ര കണ്ടങ്ങ് ശോഭിക്കാനായിട്ട് ഇതുവരെ മാർവലിൽ പറ്റിയിട്ടില്ല. സ്പൈഡർമാന്റെ ആക്ഷൻ സീക്വൻസുകൾക്കും മറ്റു പരിപാടികൾക്കുമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് മാർവലിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ സ്പൈഡർമാൻ്റെ ഒരു അവസ്ഥ വെച്ച് നോക്കുവാണെങ്കിൽ ബ്രാൻഡ് ന്യൂ ഡേയിൽ പീറ്റർ പാർക്കറിനാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുള്ളത്. കാരണം എല്ലാം തകർന്ന് ആരും ഇല്ലാത്ത ഒരു എന്താ പറയുക ലിറ്ററലി ഒരു അലോൺ അവസ്ഥയിലാണ് പുള്ളി നിൽക്കുന്നത്. സോ സ്പൈഡർമാനേക്കാൾ കൂടുതൽ പീറ്റർ പാർക്കറിന്റെ ഒരു മൈൻഡിന് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് വണ്ടർമാനിലും അത് തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ സൂപ്പർ ഹീറോ പരിപാടികൾ എന്നൊക്കെ പറയുന്നത് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ആ ഒരു ക്യാരക്ടർ സ്റ്റഡിയാണ്. ആ ഒരു ക്യാരക്ടറിന്റെ ഇമോഷൻസും ആ ക്യാരക്ടർ ചെയ്യുന്ന സ്ട്രഗിൾസും പരിപാടികളൊക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ട് കാണിക്കുന്നത്. അത് കൃത്യമായിട്ട് ഓഡിയൻസിനും കിട്ടുന്നുണ്ട്. സൈമൺ വില്യംസ് സ്ക്രീൻ
സ്ക്രീനിൽ കരയുമ്പോഴും കൺഫ്യൂസ്ഡ് ആകുമ്പോഴും ഒപ്പം നമ്മളും അതേ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്ന രീതിക്ക് ഈ പടത്തിന്റെ ഈ സീരീസിന്റെ സ്ക്രിപ്റ്റ് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡസ്റ്റിൻ ഡാനിയൽ ക്രട്ടന് ബ്രാൻഡ് ന്യൂ ഡേയിൽ ഒരുപാട് പണികൾ ചെയ്യാനുണ്ട്. മാർവൽ സ്പോട്ട്ലൈറ്റ് സീരീസുകളുടെ ഗണത്തിൽപ്പെടുന്ന ഒരു സീരീസാണ് ഈ വണ്ടർമാൻ എന്നുള്ള കാര്യം ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സീരീസ് കാണാനായിട്ട് ഇതിന് മുമ്പോ പിൻപോ വേറെ ഒന്നും നിങ്ങൾ കണ്ടിരിക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ച് ഇതിന് മാർവൽ യൂണിവേഴ്സുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല എന്നുള്ളൊരു രീതിക്കല്ല ഈ സീരീസ് പോകുന്നത്. വളരെ മൈന്യൂട്ടായിട്ട് മാർവൽ യൂണിവേഴ്സിന്റെ ചെറിയ ചെറിയ റെഫറൻസുകളും പരിപാടികളും മോറോവർ ഈ ഒരു സൂപ്പർ ഹീറോസ് ഉള്ള ഒരു വേൾഡിൽ അവിടെ ഫിലിം ഇൻഡസ്ട്രി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിനുള്ളിൽ ഈ ഒരു സൂപ്പർ ഹീറോ പരിപാടികളുടെ ഇൻവോൾവ്മെന്റ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നൈസായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. പലപ്പോഴും സൂപ്പർ ഹീറോ എന്നുള്ള ഒരു എലമെന്റ് വരുമ്പോൾ അത് എപ്പോഴും ഒരു ആക്ഷൻ ജോണറിലോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒന്നില്ലെങ്കിൽ ഒരു വില്ലൻ മോഡിലോട്ട് പോകും, അല്ലെങ്കിൽ ഒരു ഹീറോ മോഡിലോട്ട് പോകും. ഇതിന്റെയൊക്കെ എന്താ പറയുക, ഇതിന്റെയൊക്കെ അപ്പുറത്ത് ഒരു സാധാരണക്കാരന് സൂപ്പർ പവർ കിട്ടുമ്പോൾ ആ ഒരു സൂപ്പർ പവർ പുള്ളിക്ക് തന്നെ ഒരു പ്രശ്നമായിട്ട് മാറുന്ന ഒരു കേസാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഓക്കെ, സീരീസിന്റെ പ്ലോട്ടിനെ പറ്റി ഞാൻ സംസാരിക്കുന്നത് ഇവിടെ കൊണ്ടങ്ങ് നിർത്തുവാണ്. ഇനി ഞാൻ സംസാരിച്ച് ചിലപ്പോൾ സ്പോയിലേഴ്സ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീരീസിന്റെ ഒരു വൈബ് എങ്ങനെയാണെന്നുള്ള കാര്യം ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായി കാണണം. ആ ഒരു സംഭവം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ സീരീസ് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സീരീസ്. അതല്ല മാർവൽ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് പരിപാടികളുണ്ടെന്നൊക്കെ പറഞ്ഞൊരു ടിപ്പിക്കൽ ഫോർമുലയിലുള്ള ഒരു മാർവൽ സീരീസ് ആണെന്നുള്ള ഒരു മൈൻഡിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തരത്തിലും ഈ സീരീസ് വർക്ക് ആവാനും ചാൻസ് ഇല്ല എന്നുള്ളത് മറ്റൊരു സത്യം. കാരണം ഇവിടെ റൈറ്റിംഗ് ആണ് മെയിൻ. റൈറ്റിംഗിലൂടെ ആ ഒരു ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഇന്ററാക്ഷനിലൂടെ ആ രണ്ട് ക്യാരക്ടേഴ്സിന്റെ ഇമോഷൻസ് ആണ് മെയിൻ ആയിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ ഒരുപാട് സൂപ്പർ ഹീറോ ഫൈറ്റ്സോ ആക്ഷൻ സീക്വൻസുകളോ ഒന്നുമല്ല. ജസ്റ്റ് ആ രണ്ട് ക്യാരക്ടേഴ്സ് ഇങ്ങനെയാണ്, അവരുടെ ഇമോഷൻസ്, അതാണ് സീരീസ് മൊത്തം. അറ്റ് ലാസ്റ്റ് നിങ്ങൾ ഈ ഒരു സീരീസ് മൊത്തം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു രണ്ട് ക്യാരക്ടേഴ്സും നിങ്ങളുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ കയറും. ഇവരെ ഇനിയും കാണണം, അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു സ്റ്റോറി ഇനി എങ്ങോട്ടാണ് മുമ്പോട്ട് പോകുന്നതെന്ന് മാർവലിന്റെ ഫ്യൂച്ചർ പ്രൊജക്ട്സിൽ കൂടെ ഞങ്ങൾക്ക് അറിയണമെന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവിടെയാണ് സീരീസ് ജയിച്ചത്. ഇൻഫിനിറ്റി സാഗയ്ക്ക് മുമ്പുള്ള മാർവൽ ആണെങ്കിൽ ഇത് അത്ര പുത്തരായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. ആ ഒരു ടൈമിൽ മാർവൽ അനൗൺസ് ചെയ്യുന്ന അല്ലെങ്കിൽ മാർവൽ കൊണ്ടുവരുന്ന ഏതൊരു പുതിയ ക്യാരക്ടറിനെയും നമുക്ക് ഈ ഒരു രീതിക്ക് തന്നെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇൻഫിനിറ്റി സാഗയ്ക്ക് ശേഷം മൾട്ടിവേഴ്സ് സാഗ തുടങ്ങിയതിന് ശേഷം മാർവൽ കൊണ്ടുവരുന്ന പുതിയ പുതിയ ക്യാരക്ടേഴ്സിന്റെ സ്റ്റോറി ലൈനും പരിപാടികളൊക്കെ കാണുമ്പോൾ ഇവരൊക്കെ വന്നാലെന്ത്, നിന്നാലെന്ത്, പോയാലെന്ത്, ചത്താലെന്ത് എന്നുള്ളൊരു മൈൻഡിലാണ് നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിനെയും കൊണ്ട് നടന്നിട്ടുള്ളത്. സോ അങ്ങനെ ഒരു അവസരത്തിൽ ഇത്രയും നല്ല റൈറ്റിംഗ് പോയിട്ടുള്ള നല്ല രണ്ട് ക്യാരക്ടേഴ്സിനെ കിട്ടുമ്പോൾ നമ്മൾ അതിനെ അങ്ങ് ഒഴിവാക്കി വിടുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് വൈകിയാണെങ്കിലും ഈ ഒരു സീരീസിനെ പറ്റി കുറച്ച് വൈകിയാണെങ്കിലും രണ്ടു വാക്ക് പറയണമെന്ന് എനിക്ക് തോന്നിയത്. ഇനി ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ചെറിയ മുൻധാരണകളുടെ പുറത്ത് ഈ ഒരു സീരീസിന് ഒഴിവാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഇടയിലേക്ക് ഈ ഒരു സീരീസിനെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. സോ ഇനി അങ്ങോട്ട് ഡൂംസ്ഡേ ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് മാർവൽ മൊത്തത്തിൽ ഒരു സീരിയസ് ട്രാക്കിലോട്ട് കയറാൻ പോകുന്ന സമയമാണ്. സോ അതിന് മുമ്പ് ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തിട്ട് നിങ്ങളൊന്ന് റിലാക്സ് ആയിക്കോന്ന് പറഞ്ഞിട്ട് മാർവൽ കൊടുത്ത ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു സീരീസിനെ എനിക്ക് പറയാനായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ മാർവൽ യൂണിവേഴ്സിലെ ആഭ്യന്തര പ്രശ്നങ്ങളിലോട്ടൊന്നും വലിയ കാര്യമായിട്ട് തല കടത്താതെ അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് വേവലാതിപ്പെടാതെ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഒരു നൈസ് സീരീസ്. സോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇനി കണ്ടവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നുള്ളൊരു കാര്യങ്ങളും ഈ ഒരു ക്യാരക്ടേഴ്സിന്റെ ഇമോഷനും പരിപാടികളൊക്കെ ഞാൻ പറഞ്ഞ കൂട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ആയെന്നുള്ള കാര്യങ്ങളൊക്കെ കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈസായിരിക്കും. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.